അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا نور وحله. 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 الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلة خيرة يدركني يا رسول الله. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, മാതാപിതാക്കളെ, വാത്സല്യ നിധികളായ പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ ഇന്നത്തെ പ്രഭാതം അല്ലാഹു നമുക്ക് പ്രഭാതവും സന്തോഷവും സമാധാനവും നൽകുന്നതാകട്ടെ. ഇന്നത്തെ ദിവസം അല്ലാഹു നമുക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ലത് ചെയ്യുവാനും നല്ലത് പ്രവർത്തിക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഒരുപാട് പ്രയാസങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് ദുരന്തങ്ങളിൽ മരണപ്പെട്ട ഒരുപാട് വീടുകളും എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. അവർക്കൊക്കെ ഖൈറായ നല്ല നിലക്ക് വീടുകളൊക്കെ ഉണ്ടാകുവാനും എല്ലാം അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ വീടുണ്ടാക്കാനും സ്ഥലങ്ങൾ കൊടുക്കുവാനും പൈസകളും ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഒരുപാട് ദുരന്തങ്ങൾ വരുമ്പോൾ അതിലൊക്കെ മണ്ടിച്ചെന്ന് ഇടപെടുന്ന ഒരുപാട് നമ്മളെ കേരളക്കരയിലെ മലയാളികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൃത്തുക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ, സംഘടനാ പ്രവർത്തകർ ഒക്കെ അകമൊഴിഞ്ഞ് സഹായിച്ചവരുണ്ട്. എല്ലാ പ്രയാസങ്ങൾക്കൊക്കെ വഴിയൊരുക്കി അതിലൊക്കെ ഇടപെട്ട് എല്ലാ സംരക്ഷണങ്ങളും നൽകിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടത് ചെയ്തു കൊടുക്കുവാൻ സമസ്തയുടെ നേതാക്കന്മാർ, അതുപോലെ SKSSFൻ്റെ സന്നദ്ധ പ്രവർത്തകർ, SYSൻ്റെ പ്രവർത്തകർ, എല്ലാവിധ സംഘടന പ്രവർത്തകരും, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൊക്കെ സഹായിച്ച എല്ലാവിധ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഒരാൾക്കും അങ്ങനത്തെ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു നൽകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മളിൽ പലരും പ്രയാസങ്ങൾ, കടങ്ങൾ, അതുപോലെ പല പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, രോഗങ്ങളെ കൊണ്ട് ഒക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും കാണുന്നവനും കേൾക്കുന്നവനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. കടങ്ങളൊക്കെ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. കച്ചവടക്കാർ അല്ലാഹു
കച്ചവടത്തിൽ ഖൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹദ്ദാദിൻ്റെ ഫളായിലുകളാണ്, മഹത്വങ്ങളാണ്. 8 ദിക്റുകൾ നമ്മൾ പറഞ്ഞു, അതിൻ്റെ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 9ാമത്തെ ദിക്റാണ് നമുക്ക് പറയാനുള്ളത്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വൽ ഖൈറു വശ്ശർറു ബിമശിഅത്തില്ലാഹ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വൽ ഖൈറു വശ്ശർറു ബിമശിഅത്തില്ലാഹ്. ഈ ദിക്റിൻ്റെ മഹത്വത്തെ, ഫളായിലുകളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഈ ദിക്റിൻ്റെ മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് മാത്രം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: ഓ അബൂ ഹുറൈറ, താങ്കൾ അംഗശുദ്ധി വരുത്തിയാൽ ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്: ഓ അബൂ ഹുറൈറ, താങ്കൾ അംഗശുദ്ധി വരുത്തിയാൽ ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി എന്ന് ചൊല്ലുക. എന്നാൽ ഒളൂ നഷ്ടപ്പെടുന്നതുവരെ താങ്കളുടെ സംരക്ഷകരായി മലക്കുകൾ വിശ്രമമില്ലാതെ താങ്കൾക്ക് നന്മകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെന്താണ്, ബാത്റൂമിലേക്ക് കയറിയുമ്പോൾ ചെല്ലേണ്ട ദിക്റുകളുണ്ട്, ഇറങ്ങുമ്പോൾ ചെല്ലേണ്ട ദിക്റുകളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ ദിക്റ് ചൊല്ലിയാൽ നമ്മുടെ ഒളൂ നഷ്ടപ്പെടുന്നത് വരെ വിശ്രമമില്ലാതെ മലക്കുകൾ നമുക്ക് വേണ്ടി എന്താണ് നന്മകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്നാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സഹാബത്ത് വഴി താബീഇ വഴി നമ്മളിലേക്ക് എത്തി. അപ്പോൾ ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ ഉപദേശിക്കുകയല്ല, ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ വലിയൊരാളൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ കണ്ട അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. മുത്തുമുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്: ഓ അബൂ ഹുറൈറ, താങ്കൾ അംഗശുദ്ധി വരുത്തിയാൽ ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി എന്ന് ചൊല്ലുക. ഒളൂ നഷ്ടപ്പെടുന്നത് വരെ താങ്കളുടെ സംരക്ഷകരായി മലക്കുകൾ വിശ്രമമില്ലാതെ താങ്കൾക്ക് നന്മകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ബിസ്മിൻ്റെയും ഹംദിൻ്റെയും പോരിശകൾ നിരവധിയാണ്. ഇമാം റംലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. എഴുതുന്നതും കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. നിശ്ചയം 7 പ്രവാചകന്മാർക്കായി 100 ഏടുകളും 4 ഗ്രന്ഥങ്ങളും അല്ലാഹു അവതരിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 പ്രവാചകന്മാർക്കായി 100 ഏടുകളും 4 ഗ്രന്ഥങ്ങളും അല്ലാഹു അവതരിപ്പിച്ചു.
അവയിലുള്ള ആശയങ്ങളെല്ലാം ഖുർആൻ, തൗറാത്ത്, ഇൻജീൽ, സബൂർ എന്നീ 4 ഗ്രന്ഥങ്ങളിൽ അള്ളാഹു നിക്ഷേപിച്ചു. ആ 100 ഏടുകളിൽ ഉള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും തൗറാത്തിലും ഇൻജീലിലും സബൂറിലും ഈ 4 ഗ്രന്ഥങ്ങളിൽ അല്ലാഹു നിക്ഷേപിച്ചു. അവയിലുള്ള ആശയങ്ങളെല്ലാം ഖുർആനിൽ അല്ലാഹു നിക്ഷേപിച്ചു. ഖുർആനിലും തൗറാത്തിൽ, ഇൻജീൽ, സബൂർ എന്നീ 4 ഗ്രന്ഥങ്ങളിൽ അല്ലാഹു നിക്ഷേപിച്ചു. അവയിലുള്ള ആ ആശയങ്ങളെല്ലാം ഖുർആനിൽ അല്ലാഹു നിക്ഷേപിച്ചു. ഖുർആനിലുള്ള ആശയങ്ങളെല്ലാം അല്ലാഹു ഫാത്തിഹയിൽ നിക്ഷേപിച്ചു. ഫാത്തിഹയിലുള്ളതെല്ലാം അല്ലാഹു നിക്ഷേപിച്ചു. ഫാത്തിഹയിലുള്ള ആശയങ്ങളെല്ലാം ബിസ്മിഹിൽ അല്ലാഹു നിക്ഷേപിച്ചു. 100 ഏടുകളിലുള്ളത് അല്ലാഹു ഖുർആനിലും തൗറാത്തിലും ഇൻജീലിലും സബൂറിലും അല്ലാഹു നിക്ഷേപിച്ചു. അതിൽ ഖുർആനിലും തൗറാത്തിലും ഇൻജീലിലും സബൂറിലും ഉള്ളതെല്ലാം അല്ലാഹു ഖുർആനിൽ നിക്ഷേപിച്ചു. ഖുർആനിലുള്ളതെല്ലാം അല്ലാഹു ഫാത്തിഹയിൽ അല്ലാഹു നിക്ഷേപിച്ചു. ഫാത്തിഹയിലുള്ള ആശയങ്ങളെല്ലാം ബിസ്മിയിൽ അല്ലാഹു നിക്ഷേപിച്ചു. മാത്രമല്ല ഇങ്ങനെയും അഭിപ്രായപ്പെട്ടവരുണ്ട്, ബിസ്മിയിലുള്ള ആശയങ്ങളെല്ലാം അല്ലാഹു ബായിൽ നിക്ഷേപിച്ചു. ബായിലുള്ളതെല്ലാം ബായിൻ്റെ പുള്ളിയിൽ അല്ലാഹു നിക്ഷേപിച്ചു. ഫാത്തിഹയിലുള്ള ആശയങ്ങളെല്ലാം ബിസ്മിയിൽ അല്ലാഹു നിക്ഷേപിച്ചു. എന്നാൽ ഇമാം റംലി റളിയല്ലാഹുവിന്റെ പരാമർശത്തെ വിശദീകരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്നു, രേഖപ്പെടുത്തുന്നത് കാണാം. അങ്ങനെ പറയാനുള്ള കാരണം, ഉണ്ടായതെല്ലാം ഞാൻ കാരണമായി ഉണ്ടായി. ഉണ്ടായതെല്ലാം ഞാൻ ഉണ്ടായി. ഉണ്ടാകുന്നതെല്ലാം ഞാൻ കാരണമുണ്ടാകും. എനിക്ക് സൂചനയാണ്. അങ്ങനെ പറയാനുള്ള കാരണം, ഉണ്ടായതെല്ലാം ഞാൻ കാരണമായി ഉണ്ടായി, ഉണ്ടാക്കുന്നതെല്ലാം ഞാൻ കാരണമായി ഉണ്ടാകും എന്നതിലേക്ക് സൂചനയാണ്. ബിസ്മിയിലെ ബാ ഖുർആനിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം ഈ ആശയത്തിലേക്കാണ് മടങ്ങുന്നത്. ബായിൽ ഉള്ളതെല്ലാം ബാഇൻ്റെ പുള്ളിയിലുണ്ട് എന്ന് പറയുന്നത്, ബാഇൻ്റെ പുള്ളി എല്ലാ വസ്തുക്കളുടെയും യഥാർത്ഥ കേന്ദ്രബിന്ദുവായി അല്ലാഹുവിൻ്റെ ഏകത്വത്തെ സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവെ സ്തുതിക്കലാണല്ലോ. അൽഹംദുലില്ലാഹി പറയൽ നിർദ്ദേശിക്കുന്ന നിരവധി ആയത്തുകൾ കാണാം. ഇസ്രാ 111, നംൽ സൂറത്ത് 93, മുഅ്മിനൂൻ 28, അൻകബൂത്ത് 63. ഈ ആയത്തുകളൊക്കെ ഹംദിനെ കുറിച്ച് പറയുന്നതാണ്. ആ കൽപ്പനയ്ക്ക് വഴികൊടുത്തുകൊണ്ടാണ് ഹദ്ദാദ് റാത്തീബിൽ അൽഹംദുലില്ലാഹ് ഉൾപ്പെടുത്തിയത്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വശറു ബിമശിഅത്തില്ലാഹ് എന്ന് ഹദ്ദാദിൽ രേഖപ്പെടുത്തിയത്. നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഈ വിശ്വാസം നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. വിശ്വാസം ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണല്ലോ. വിശുദ്ധ ഖുർആനും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ഇൻദല്ലാഹി
ഇൻദല്ലാഹി വൻ തുസീബുഹും ശൈഅത്തുൻ വയഖൂലു ഹാദിഹി മിൻ ഇൻദിക കുൽ കുല്ലു മൻ ഇൻദില്ലാഹ്. അവർക്ക് വല്ല നേട്ടവും വന്നു കിട്ടിയാൽ അവർ പറയും ഇത് അല്ലാഹുവിങ്കിൽ നിന്ന് ലഭിച്ചതാണ് എന്ന്. അവർക്ക് വല്ല ദോഷവും ബാധിച്ചാൽ അവർ പറയും ഇത് നീ കാരണം ഉണ്ടായതാണ് എന്ന് പറയുക. എല്ലാം അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ്. ഖൈറും ഷെറും അല്ലാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വാസം പ്രഖ്യാപിക്കുക കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി തരുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് നമ്മളൊക്കെ മരിച്ചു പോകാനുള്ളവരാണ് എന്നെല്ലാവർക്കും അറിയാം. അറിയാത്തവരായി ആരും ഉണ്ടാകുകയില്ല. ജനിച്ചാൽ മരണം ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈമാനോട് കൂടിയുള്ള മരണം നമുക്കൊക്കെ നൽകുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസം നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അടുത്ത മുഹറത്തിൽ ആരൊക്കെ ഉണ്ടാകും, നാളെ ആരൊക്കെ ഉണ്ടാകുമെന്നൊന്നും പറയാൻ കഴിയുകയില്ല. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഒരു കണ്ണടച്ച് തുറന്നപ്പോയേക്കിനാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. രാത്രി കിടന്നുറങ്ങിയവരാണ്. നേരം വെളുത്തപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നാണ് മയ്യത്ത് കിട്ടിയത്. അല്ലാഹു സുബ്ഹാനഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നല്ലത് കേൾക്കാനും നല്ലത് പറയുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നല്ല നിലക്ക് ജീവിക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റഹ്മാനുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞത് ജനങ്ങൾ കേട്ടത് റബ്ബേ നീ സ്വാലിഹത്തായ അമലാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പലരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. റഹ്മാനായ റബ്ബേ, ഒരുപാട് പുറത്തു പറയാൻ പറ്റാത്ത പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാഹ്. അവിടെ പ്രയാസങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഹദ്ദാദ് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ ഹദ്ദാദ് ദായിമാക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ദിക്റിൻ്റെ ഫളായിലുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ തീർക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ദിക്റും സലാത്തും ചൊല്ലുന്ന ദാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ നീ ചേർക്കണേ അല്ലാഹ്. ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ചേർക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിന്നെ പേടിച്ച് ജീവിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ നീ ചേർക്കണേ അല്ലാഹ്. മുത്ത് നബിയെ ഹുബ്ബ് വെക്കുന്ന ഉമ്മത്തികളിൽ നീ ചേർക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, സ്വാലിഹത്തായ മക്കളെ നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന സ്വാലിഹത്തായ മക്കളെ നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്ന ഭർത്താക്കന്മാർ, മക്കൾ ഒക്കെ ഉണ്ട് റബ്ബേ. അതിൽ നിന്നൊക്കെ അവർക്ക് നീ മോചനം നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മാതാപിതാക്കളനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരാക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന ഭാര്യമാരാക്കണേ അല്ലാഹ്. മരണം വരെ സന്തോഷത്തോട് ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ ലോകത്തും പരലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ ദുആ ചെയ്യാറുണ്ട്, ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് ദുആയിലൊക്കെ നിങ്ങളെ ഉൾപ്പെടുത്താറുമുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി മറക്കാതെ ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.